ഹായ് ഹലോ എല്ലാവർക്കും മനൂസ് വെജ് ക്ലബിൻ്റെ യൂറോപ്പ് സീരീസിൻ്റെ 8ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ ഇതുവരെയുള്ള എല്ലാ വീഡിയോസും ചാനലിലുള്ള യൂറോപ്പ് സീരീസ് എന്നുള്ള പ്ലേലിസ്റ്റിലുണ്ട്. ഏതെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ കണ്ടു നോക്കണം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് മൊണാക്കോയിലെ വിശേഷങ്ങളാണ്. അവിടെ നിന്ന് തിരിച്ച് നീസിലെത്തി നമ്മൾ റൂമിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഇറ്റലിയിലേക്കുള്ള പിസയിലേക്കാണ്. നമുക്ക് ഈ സമയത്ത് ഡയറക്റ്റ് പിസയിലേക്കുള്ള ബസ്സല്ല കേട്ടോ, ഇടയ്ക്കൊരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് മാറിക്കയറണം. അങ്ങനെ നമ്മൾ ഫ്രാൻസിൻ്റെ ബോർഡർ കടന്ന് ഇറ്റലിയിലെത്തിയെന്ന് ഇങ്ങനൊരു മെസ്സേജ് വന്നപ്പോൾ മനസ്സിലായി. അധികം താമസിയാതെ തന്നെ ലഗേജ് എല്ലാം നിലത്തിറക്കി നമ്മൾ അടുത്ത ബസ്സിന് വെയിറ്റ് ചെയ്യണം. ഒരു അരമണിക്കൂറിൽ അടുത്ത ബസ് വരും. അരമണിക്കൂറിൽ ബസ് വരുമെന്ന് കാത്തിരുന്ന് നമുക്ക് കിട്ടിയത് നല്ലൊരു കട്ടപ്പണിയാണ്. ഇവിടെ എല്ലാം വളരെ കറക്റ്റാണ്, പങ്ക്ച്വലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കായിരുന്നു ഞാൻ. പക്ഷെ ഈ ബസ് 1.5 മണിക്കൂർ ലേറ്റാണ്. ഇതിലും വലിയൊരു പണി ഇനി കിട്ടാനില്ല. കാരണം സമയം രാത്രി ഏകദേശം 12:30ആണ്. ഇനി ബസ് വരുമ്പോഴേക്കും 2 മണിയാവും. അതുവരെ ഇവിടെ ഇരിക്കാനൊരു സ്ഥലം പോലും ഇല്ല കേട്ടോ. നമ്മളിങ്ങനെ നടു റോട്ടിൽ നിൽക്കേണ്ട അവസ്ഥയായിരുന്നു. അതുമാത്രമല്ല, നമ്മുടെ അതേ ബസ്സിൽ വന്നിറങ്ങിയൊരു ഇറ്റാലിയൻ കപ്പിളുണ്ടായിരുന്നു കൂടെ. അവർ തമ്മിൽ നല്ല അടിപിടിയായിരുന്നു മൊത്തത്തിൽ. ഈ തണുപ്പും രാത്രിയിലത്തെ ഉറക്കം എല്ലാം കൂടിയിട്ടായിരിക്കും. പ്രത്യേകിച്ച് പരിസരബോധമൊന്നുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇറ്റാലിയനിലായതുകൊണ്ട് നമുക്കൊന്നും മനസ്സിലായില്ല. എന്തായാലും മൊത്തത്തിൽ ഒരു സുഖമില്ലാത്തൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ. ഏകദേശം 2 മണിയോട് കൂടിയാവും ബസ് വന്നിട്ടുണ്ടാവും. അതുപോലെ ഭയങ്കര കാറ്റും ഭയങ്കര തണുപ്പുമായിരുന്നു. ശരിക്കും പെട്ടുപോയി. എന്തായാലും ബസ് വന്ന് നമ്മൾ ബസ്സിൽ കയറിയിരുന്ന് നല്ലൊരു ഉറക്കം. അങ്ങനെ ഏകദേശം രാവിലെ 7:00 കൂടി നമ്മൾ ഇറ്റലിയിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഇറ്റലിയിലത്തെ ആദ്യത്തെ കാഴ്ച. അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. നമ്മൾ ആദ്യം ലഗേജ് സ്റ്റോർ ചെയ്തു, എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ. കാരണം നമ്മുടെ റൂമിലേക്ക് നമുക്ക് ചെക്ക് ഇൻ ചെയ്യണമെങ്കിൽ ഉച്ചയാവണം. അവിടെ നമുക്ക് ഫ്രഷ് ആവാനുള്ള ഫെസിലിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. ആ സമയത്തൊക്കെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ അവിടെ വെച്ചിട്ട് ചാർജ് ചെയ്ത് അതിനുശേഷമാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്. ഈ ഫോൺ സ്വിച്ച് ഓഫ് ആവാൻ കാരണം വെച്ചാൽ നമുക്കൊരു പണി കിട്ടി. നമ്മുടെ പവർ ബാങ്ക് ഡെഡായി. അപ്പോൾ ഇനി പുതിയതൊരെണ്ണം വാങ്ങും വേണം. അപ്പോൾ ഈ ഗേറ്റിനപ്പുറത്താണ് നമ്മൾ ലോകത്തിലെ ഒരു മഹാത്ഭുതം കാണാൻ പോകുന്നത്. നമ്മുടെ പുതിയ ലോകാത്ഭുതങ്ങളിൽ പിസയിലെ ചെരിഞ്ഞ ഗോപുരമില്ല. പക്ഷെ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഇതൊരു ലോകാത്ഭുതം തന്നെയായിരുന്നു. അപ്പോൾ എന്നെപ്പോലുള്ള ഒരു 90s കിഡ്സിനെ സംബന്ധിച്ച് ഇവിടേക്ക് വരിക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ മുന്നിൽ ആദ്യം കാണുന്ന ഈ ബിൽഡിംഗാണ് ഇവിടുത്തെ മാമോദിസ പള്ളി. അതിൻ്റെ പിന്നിലുള്ളത് ബസിലിക്ക. അതിന് കുറച്ച് അപ്പുറത്തായിട്ടാണ് നമ്മുടെ ഈ പിസയിൽ ചെരിഞ്ഞ ഗോപുരം കാണപ്പെടുന്നത്. ഈ ബസിലിക്കയിലേക്ക് ഒരുപാട് പേര് മാമോദിസയ്ക്ക് വരാറുണ്ട്. അപ്പോൾ അവിടെയുള്ള ഭരണാധികാരി തീരുമാനിച്ചു, എന്തായാലും ഇത്രയും പേര് വരുന്നതില്ല, അപ്പോൾ നമുക്ക് മാമോദിസയ്ക്ക് വേണ്ടിയിട്ട് മറ്റൊരു പള്ളി പണിയാമെന്ന്. അങ്ങനെ അവർ പണിത ഈ പള്ളിയാണ് മാമോദിസ പള്ളി. പിന്നീട് അവർക്ക് തോന്നി, അപ്പോൾ ഇതിനും രണ്ടിനും പറ്റിയൊരു മണിമാളിക പണിയണം. അങ്ങനെയാണ് ഈ പിസയിലെ ചെരിഞ്ഞ ഗോപുരം ഉണ്ടായത്. അപ്പോൾ എന്തായാലും ഇതുവരെ എത്തിയിട്ട് ഇവിടുന്ന് കുറച്ച് നല്ല ഫോട്ടോസും വീഡിയോസും എടുത്തിട്ടില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. അത് കാരണം നമ്മളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. (1173) ആരംഭിച്ച ഈ ഗോപുരത്തിൻ്റെ നിർമ്മാണം ഏകദേശം 4 നിലകളായതിനു ശേഷം നിർത്തിവെക്കപ്പെട്ടു. കാരണം അപ്പോഴാണ് ഇതിനവർ ചെരിവ് കണ്ടുപിടിച്ചത്. മാർബിളും കല്ലും കൊണ്ടാണ് ഇത് നിർമ്മിക്കുന്നത്. പിന്നീട് അവർക്കിത് പൊളിച്ചു കളയാനുള്ള സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറേ കാലം അത് വെറുതെ ഇട്ടു. പിന്നീട് 100 വർഷങ്ങൾക്ക് ശേഷം ഇത് പൊളിച്ചു കളയാൻ വേറെ ആളെ ഏൽപ്പിച്ചപ്പോഴാണ് ആൾ പറഞ്ഞത്, ഇത്രയും വർഷങ്ങൾ കൊണ്ട് ഇതിൻ്റെ അടി നല്ല രീതിയിൽ ബലം വന്നിട്ടുണ്ട്, അപ്പോൾ നമുക്കിത് മുകളിലേക്ക് പണിയാമെന്ന്. അങ്ങനെ ഏകദേശം 100 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പണി തുടങ്ങിയിട്ട് ഇതിൻ്റെ മുകളിൽ ബെല്ല് സ്ഥാപിച്ചു. അങ്ങനെ ഇതിൻ്റെ പണി പൂർത്തിയാക്കി. ഏകദേശം 9 നിലകളുള്ള ഈ കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് എത്താൻ 298 സ്റ്റെപ്സാണ് ഉള്ളത്. സ്കൂളുകളിൽ നിന്നൊക്കെ കുട്ടികളെ ഇവിടേക്ക് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് അവരിങ്ങനെ വരിയായി വരുന്നത് കാണാൻ. നമ്മൾ പിസ ടവറിൻ്റെ മുകളിലേക്ക് കയറില്ല കേട്ടോ. കാരണം ഒന്നാമത് അതിൻ്റെ അടിയിൽ നിന്നുള്ള പുറത്തുനിന്നുള്ള വ്യൂ ആണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. പിന്നെ ഇന്നലെ ഉറക്കമൊക്കെ ശരിയാവാത്തതുകൊണ്ട് അത്യാവശ്യം ടയേർഡും ആയിരുന്നു. അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് കയറാനും ചെറിയൊരു മടി തോന്നി എനിക്ക്. പിന്നീട് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഇവിടുത്തെ ഒരു പാർക്കിൽ വന്നു. എന്നിട്ടൊരു മിനി പിസ്സ വാങ്ങി കഴിച്ചു കേട്ടോ. ഇവരുടെ ഇറ്റലിയിൽ വന്നിട്ട് പിസ്സ കഴിക്കാതെ എന്താഘോഷം.
അപ്പോഴേക്കും നമുക്ക് റൂമിൽ ചെക്ക് ഇൻ ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ പിസയിലെ റൂം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമായിരുന്നു കേട്ടോ. നമ്മളിവിടെ വന്നതിന് ശേഷം ഏറ്റവും സ്പേഷ്യസ് ആയിട്ടുള്ള റൂം ഇതാണ്. ഈ റൂമും നമ്മൾ ബുക്ക് ചെയ്തത് Airbnb വഴി തന്നെയാണ്. ഇതാണ് ഇവിടുത്തെ വാഷ്റൂം. നമ്മുടെ റൂമിൻ്റെ പുറം ഭാഗം ഇങ്ങനെയാണ് കേട്ടോ. ഇതുപോലൊരു ഡോറ് തുറന്ന് നമ്മൾ എൻട്രി ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ കിച്ചൺ ഏരിയ ഇതാണ്. ഇവിടെ നിന്ന് മുകളിലേക്ക് സ്റ്റെയർസ് ഉണ്ട്. ഇവിടെ ഇതുപോലെ 3 റൂംസാണുള്ളത്, 3 ഗസ്റ്റിന്. ഇതാണ് നമ്മുടെ റൂം. എന്തായാലും 2 ദിവസമായി ചോറ് കഴിക്കാത്തതുകൊണ്ട് ഇന്ന് എനിക്ക് ചോറ് കഴിച്ചേ പറ്റുള്ളൂ. അപ്പം നമ്മുടെ ടേസ്റ്റി ന്യൂഡിൽസിൻ്റെ നല്ല അടിപൊളി സാമ്പാറും മട്ടരിച്ചോറും. യൂറോപ്പല്ല ഇറ്റലിയല്ല എവിടെയായാലും ചോറിന് ചോറ് തന്നെ വേണം. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് നമ്മൾ 1 മണിക്കൂർ 1.5 മണിക്കൂർ നന്നായിട്ട് ഉറങ്ങി. കാരണം രാത്രിയിലത്തെ ഉറക്കമൊക്കെ ഒരു പ്രശ്നമായിരുന്നല്ലോ. അതിനുശേഷം വീണ്ടും കുളിച്ച് ഫ്രഷായി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ നിന്ന് ബസ്സിലൊന്നും പോകേണ്ട ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് നടക്കാനുള്ള ദൂരേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ നേരെ പോണത് ഇവിടുത്തെ ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റിലേക്കാണ്. ഇവിടേക്കുള്ള ഏത് പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ലൊക്കേഷനിലും ഇതുപോലൊരു ഷോപ്പിംഗ് സ്ട്രീറ്റ് എപ്പോഴും ഉണ്ടായിരിക്കും. ഇവിടേക്ക് പൊതുവേ എല്ലാവരും വരുന്നത് ഷോപ്പിങ്ങിനാണെങ്കിലും അതല്ലാതെ വെറുതെ ഈ സ്ട്രീറ്റ് ചുറ്റി നടന്ന് കാണുക, അവിടുത്തെ ആർക്കിടെക്ചർ ബ്യൂട്ടിയും എല്ലാം ഒന്ന് ആസ്വദിക്കാമെന്ന് വിചാരിച്ച് വരുന്ന ഒരുപാട് പേരുണ്ട് ഞങ്ങളെപ്പോലെ. ഇത് അർണോ റിവറാണ് കേട്ടോ. ഈ റിവറും ഈ ബ്രിഡ്ജും അതുപോലെ തന്നെ ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള സ്ഥലങ്ങളും ഇവിടുത്തെ മറ്റൊരു പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. സൺസെറ്റ് ടൈമും സൺറൈസ് ടൈമുമാണ് ഇവിടുത്തെ പ്രധാന സമയം. കാരണം ആ സമയത്തുള്ള സൂര്യൻ്റെ റേസ് ഇതിൽ വന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് പോർട്ടായ ലൂക്കയ്ക്ക് സമീപത്തുള്ള ഒരു പുരാവസ്തു സ്ഥലത്തേക്കാണ്. നീറോ ബാത്സ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇവിടെയുള്ള സ്ട്രീറ്റ്സിൻ്റെയൊക്കെ ഒരു നിരപ്പിന് താഴെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവരൊരു കൊട്ടാരത്തിൻ്റെ ഭാഗമായിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. മധ്യകാലത്തിലാണ് ഇവർക്ക് നീരോ എന്നുള്ള പേര് കൊടുത്തത്. അതിനുശേഷം അവിടെയുള്ളൊരു ചർച്ചിലും പോയി നമ്മൾ വീണ്ടും നമ്മുടെ നടത്തം തുടർന്നു. ഇവിടെയുള്ള ബിൽഡിങ്സ് ആയാലും റോഡ്സ് ആയാലും എല്ലാം പഴുതാണ്. നമ്മളെ സംബന്ധിച്ച് പാരീസിൽ നിന്ന് വന്ന് നോക്കുമ്പോൾ ഇത് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഇതിന് അതിൻ്റേതായിട്ടുള്ളൊരു ബ്യൂട്ടി ഉണ്ട്. ഇപ്പം നമ്മൾ ഇവിടെയുള്ളൊരു സ്ക്വയറിൽ എത്തപ്പെട്ടിട്ടുണ്ട്. ഇത് പിസയിൽ തന്നെ ഒരു നാഴികക്കല്ലാണ് എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ളൊരു സ്ക്വയറാണ്. മധ്യകാല പിസയിലെ ഒരു രാഷ്ട്രീയ കേന്ദ്രമായിരുന്നു ഈ സ്ക്വയർ. ഈ കാണുന്നത് ഈ സ്ക്വയറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കൊട്ടാരമാണ്. ഇനി നമ്മൾ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ജെലാറ്റോ കഴിക്കാൻ പോവാണ്. ഇതിൽ 3 ഫ്ലേവേഴ്സ് ഉണ്ട്. അത് മിക്സ് ചെയ്തിട്ടാണ് അവർ തന്നിട്ടുള്ളത്. നമുക്ക് ചൂസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇവിടെ തന്നെ മറ്റൊരു ഡിഷ് ട്രൈ ചെയ്യാണ്. ബൊംബൊലോൺ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതൊരു തരം ഇറ്റാലിയൻ ഡോണറ്റ് തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സ്റ്റഫ് ചെയ്തിട്ടാണ് തരിക. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ പറഞ്ഞത് അവർ നിറച്ച് തരും. നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടൊരു ലൈം ഫ്ലേവറാണ് പറഞ്ഞു. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ലൈമല്ല. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചെറിയൊരു പുളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ സംഭവം നല്ല അടിപൊളി സാധനമായിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ പിസയിൽ വന്നാൽ പിസ്സ കഴിക്കാതെ പോകാൻ പറ്റില്ലല്ലോ. പക്ഷെ നമുക്ക് വെജിറ്റേറിയൻ ഓപ്ഷൻ ഭയങ്കര കുറവായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ മാർഗരിറ്റയാണ് വാങ്ങിയത്. എന്നിട്ട് അതും വാങ്ങി നമ്മുടെ ഈ നദിയുടെ തീരത്ത് വന്നിരുന്ന് ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഏകദേശം 8:45 ആയിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് നേരം കൂടി അവിടെ സ്പെൻഡ് ചെയ്തു. സൺസെറ്റ് ഇങ്ങനെ ആവാറായി വരുന്നേ ഉള്ളൂ. ഇറ്റലിയിലെ പിസ എന്ന് പറഞ്ഞ സ്ഥലം ശരിക്കും ഒരു ദിവസം കാണാനുള്ളത് തന്നെയുള്ളൂ. ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ചെരിഞ്ഞ ഗോപുരം തന്നെയാണ്. അത് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവിടേക്ക് പ്രധാനമായിട്ട് ടൂറിസ്റ്റുകൾ എത്തുന്നത്. എന്നും ഒരുപാട് ലേറ്റായിട്ട് ഉറങ്ങണം നമ്മൾ. ഇന്നും നേരത്തെ തന്നെ റൂമിലെത്താമെന്ന് വിചാരിച്ചു. കാരണം നാളെ രാവിലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് റൂമിലേക്ക് പോകണം.
ഇവിടെയുള്ള ഒരുവിധ എല്ലാ കെട്ടിടങ്ങളുടെയും ജനലുകൾ ഏകദേശം ഇതേ സ്ട്രക്ചറാണ്. നേരത്തെ നമ്മൾ ഗ്രീൻ കളറാണ് കണ്ടുവച്ചാൽ ഇവിടെ അതിൻ്റെ കളർ ഏകദേശം ബ്രൗൺ ആയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ റൂമിലെത്തി സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തതിന് ശേഷമാണ് കിടന്നുറങ്ങിയത്. ബാക്കി വീഡിയോസായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. യൂറോപ്പ് സീരീസിലെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.